പട്ടാമ്പി മണ്ഡലത്തിൽ വിജയസാധ്യത എത്രത്തോളം? വിജയസാധ്യത എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് പണ്ട് കാലങ്ങളിൽ BJPയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും മാറ്റി നിർത്തിയ ആളുകൾ ഇന്നത് മാറി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വികസിത കേരളം എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. വികസനത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ അവർ പറഞ്ഞ ആ ഒരു ഐഡിയോളജിയിൽ നിന്ന് മാറിക്കൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന്, നാടിൻ്റെ വികസനത്തിന്, അതായത് രാഷ്ട്രീയം മറന്നുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് വോട്ട് ചെയ്യുന്ന കാഴ്ചപ്പാടിലേക്ക് കേരളത്തിലെ സാംസ്കാരിക കേരളവും പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ മാറിക്കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ വിജയസാധ്യത. ഇന്നലെ കേരളത്തിൽ വന്ന് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുഖച്ഛായ മാറ്റിയ വികസനം, ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെയുള്ള ഇലക്ട്രിഫിക്കേഷൻ്റെ ഉദ്ഘാടനം, അങ്ങനെ ഒട്ടനവധി പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാണ് BJP പറയുന്ന വികസിത കേരളം എന്ന് പറയുന്നത്. ഇതാണ്. ആരായിരിക്കും പട്ടാമ്പി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരായാലും ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ഇത്തരം പരിപാടികളൊക്കെ ഞങ്ങൾ സജ്ജരായിട്ടിരിക്കുകയാണ്. നിയോജക മണ്ഡലത്തിൽ ആര് BJP ദേശീയ ജനാധിപത്യ സഖ്യം ആരെ സ്ഥാനാർത്ഥി നിർത്തിയാലും സ്ഥാനാർത്ഥിയല്ല, പാർട്ടി എന്ന രീതിയിൽ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ ഘട്ടങ്ങളും ഞങ്ങൾ നടത്തി വരികയാണ്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി ബൂത്ത് തലത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നടപ്പിലാക്കി. ബൂത്ത് തലത്തിലുള്ള ചുമരെഴുത്തുകൾ റെഡിയായി, ബൂത്ത് തലത്തിലുള്ള ബൂത്ത് കമ്മിറ്റികൾ പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ തരത്തിലും ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ സജ്ജരായി ഇരിക്കുകയാണ്. പ്രഖ്യാപനമല്ല, അദ്ദേഹത്തിൻ്റെ പേര് ലിസ്റ്റിലുണ്ടാവാം. അത് മേജർ രവി എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ജില്ലക്കാരനായിരുന്നല്ലോ, പാർട്ടിയുടെ നേതാവുമാണ്. അദ്ദേഹത്തിന് സാധ്യത ഉണ്ടായിരിക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും, അതായത് BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ആര് വേണമെങ്കിലും സ്ഥാനാർത്ഥിയാവാം. അതായത് ഇവിടെ മറ്റു പാർട്ടികളെ അപേക്ഷിച്ചുകൊണ്ട് കഴിവും പ്രാപ്തിയും ജനസമ്മതിയുമുള്ള നേതാക്കന്മാർ ഒരുപാടുള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് ആരെ വേണമെങ്കിലും സ്ഥാനാർത്ഥിയാക്കാം. ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് ഇപ്പോൾ നമ്മുടെ പാലക്കാട് മണ്ഡലം. അവിടെ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വീണ്ടും വന്ന് ആലപ്പുഴ അങ്ങനെയല്ലല്ലോ, ആലപ്പുഴയിലായിരുന്നല്ലോ. ഇപ്പോൾ ലോക്സഭ ഇലക്ഷനോട് ബന്ധപ്പെട്ടിട്ട് കുറേ കാലങ്ങളായിട്ട് അവർ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് പാലക്കാടേക്ക് വീണ്ടും വന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കണ്ണകി നഗറിൽ ഉണ്ടായ ആ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ്, നമ്മുടെ എന്ത് ഇൻസിഡൻറ്റാണ്? പ്രശാന്ത് ശിവൻ ഈ ശോഭാ സുരേന്ദ്രന്റെ ഈ പ്രചരണത്തിന് മാറി നിന്നിട്ടില്ല. അതായത് അല്ല, അങ്ങനെ അത് വെറും തെറ്റിദ്ധാരണയാണ്. അതായത് അവിടെ BJPയുടെ വിജയസാധ്യത വരുന്ന സ്ഥലങ്ങളിൽ അവിടെ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങൾ, അതായത് ഇതൊന്നും ഞങ്ങളെ ഏച്ചുന്നതല്ല. BJP സംഘടനാപരമായി ഞങ്ങൾക്കിടയിൽ ഒരു വിഷയമുണ്ട് എന്ന് വരുത്തി തീർത്ത് അവിടുത്തെ വിജയസാധ്യതയുടെ ആ മങ്ങൽ, ആ ഒരു വലിയൊരു വരുന്ന വിജയത്തിന് മങ്ങലേൽപ്പിക്കാൻ വേണ്ട ചില കാര്യങ്ങൾ പലരും ഒരു കോപ്പ് കിട്ടുകയാണ്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല, ഞങ്ങളെ യേശു കഴിഞ്ഞില്ല. പാലക്കാടല്ല, കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും BJPക്ക് വിജയസാധ്യതയുണ്ട്. എല്ലാ മണ്ഡലത്തിലും വിജയസാധ്യതയുണ്ട്. ആ വിജയസാധ്യതയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ BJPയോട് ഇന്ന് ഒരു വലിയൊരു താല്പര്യമുണ്ട്. ആ താല്പര്യമാണ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിനപ്പുറം വികസന കാഴ്ചപ്പാടിന് സാക്ഷര കേരളം വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിങ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിങ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.